ഇപ്പം റിവ്യൂസ് ഒക്കെ കണ്ട് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. ഒരു ഭൂരിപക്ഷം ആൾക്കാരും, ഒരു 90% ആൾക്കാരും എനിക്ക് തോന്നുന്നു റിവ്യൂ ഒക്കെ കണ്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് അവർ സിനിമ കാണാൻ പോകുന്നത്. ചുമ്മാ പൈസ കളയണ്ടല്ലോ. ഒത്തിരി റിവ്യൂസേഴ്സ് ഉണ്ട്. നമ്മുടെ ഷസാം ഉണ്ട്, നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ അശ്വന്ത് കോക്ക് ഉണ്ട്. ഞാനിപ്പം ഇന്ന് അശ്വന്ത് കോക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കാരണം അശ്വന്ത് കോക്ക് പെയ്ഡ് റിവ്യൂവർ ആണോ എന്നൊരു സംശയം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ചെയ്ത ബ്രൊമാൻസ് എന്ന സിനിമയുടെ റിവ്യൂവിന്റെ കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ ഞാൻ കണ്ടു. അതിനെപ്പറ്റി ഒരു വിശകലനം. അതിനു മുമ്പ് ഈ ബ്രൊമാൻസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരുൺ ഡി ജോസ് ആണ്. പുള്ളിക്കാരന്റെ സിനിമകൾ 18+, ജോ ആൻഡ് ജോ, പിന്നെ ഈ ബ്രൊമാൻസ്. ഞാൻ ഇതിനു മുമ്പ് അശ്വന്ത് കോക്ക് ഈ 18+നും ജോ ആൻഡ് ജോയ്ക്കും എങ്ങനെയാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കി. പുള്ളി പോസിറ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. ക്വൈറ്റ് നാച്ചുറൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു കൂട്ടുകാരനെ ഇപ്പൊ ഒരു സിനിമ ചെയ്താൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും മാക്സിമം. മേ ബി ഈ അരുൺ ഡി ജോസ് അശ്വന്ത് കോക്കിന്റെ ഫ്രണ്ട് ആകാം. അപ്പം അശ്വന്ത് കോക്ക് അവനെ സപ്പോർട്ട് ചെയ്തേക്കാം. ക്വൈറ്റ് നാച്ചുറൽ ആണ് ഇതൊക്കെ. ബ്രൊമാൻസ് എന്ന സിനിമയ്ക്ക് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഒരു ബിഗ് ഓഡിയൻസിന്റെ കൂടെ നമുക്കൊരു എൻജോയ് ചെയ്ത് നമുക്കൊരു സിനിമ കാണണം എന്ന് തോന്നിയാൽ നമുക്ക് പോയി സിനിമ കണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്, ക്ലൈമാക്സ് ഒഴികെ. കാരണം ക്ലൈമാക്സ് ചുമ്മാ വലിച്ചു നീട്ടി അവർ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ക്ലൈമാക്സിനോ അടുക്കുന്നിടം വരെ ഒരു നല്ല വൈബിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രൊമാൻസ്. അശ്വന്ത് കോക്കിന്റെ റിവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്താണ് പുള്ളി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാൻ സത്യത്തിൽ അശ്വന്ത് കോക്കിന്റെ റിവ്യൂസ് ഞാൻ കാണാറില്ല ഇപ്പം. ബാഡ് ബോയ്സ് ഇറങ്ങിയതിന് ശേഷം പുള്ളി ഇതിന്റെ ആ റിവ്യൂ ഇടാത്തത് കൊണ്ട് പുള്ളിയുടെ താല്പര്യമാണ് കേട്ടോ റിവ്യൂ ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കിട്ടില്ല, എന്റെ താല്പര്യമാണ് പുള്ളിയുടെ റിവ്യൂ കാണണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് ഞാനും പുള്ളിയുടെ റിവ്യൂ കണ്ടില്ല. കാരണം അന്ന് മുതലാണ് ഞാൻ നിർത്തിയത്. ബാഡ് ബോയ്സിന്റെ റിവ്യൂ പുള്ളി ഇതുവരെ കിട്ടില്ല, അതിനെപ്പറ്റി ഒരു കമന്റും പറഞ്ഞില്ല. കാരണം നമ്മളൊരു കൂട്ടുകാരനാണല്ലോ. മലയക്കോട്ടെ വാലിബനും പല സിനിമകളും പുള്ളി വാരി വിതറി പുള്ളിയുടേതായ ശൈലി പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാഡ് ബോയ്സ് മാത്രം പുള്ളി സൈലന്റ്. അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഞാൻ നിർത്തിയിരുന്നു. ഇപ്പം ബ്രൊമാൻസ് പുള്ളി എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ബ്രൊമാൻസ് സ്റ്റോറി ഡയറക്ഷൻ അരുൺ ഡി ജോസ്, രവീഷ് നാഥും തോമസ് പി സെബാസ്റ്റ്യൻ ചേർന്നിട്ടാണ് സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും എഴുതിയിരിക്കുന്നത്. വാട്ട് എ റോളർ കോസ്റ്റർ റൈഡ്. തിയേറ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോസിറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് എ റോളർ കോസ്റ്റർ. 2 മണിക്കൂർ 18 മിനിറ്റ് ഉണ്ട് സിനിമ ആരംഭിച്ചിട്ട് പിന്നെയൊരു പോക്ക, അന്യ എക്സ്പീരിയൻസ്. അതായത് അങ്ങനെയുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് വലിയൊരു തിയേറ്ററിൽ, കിങ് സൈസ് തിയേറ്ററിൽ ഇരുന്നിട്ട് യച്ചാതി എൻജോയ്മെൻ്റ് ആയിരുന്നു അറിയാം. ലൈഫിൽ 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല സത്യത്തിൽ. ഈ സിനിമ ഇരുന്ന് ആസ്വദിച്ച് കാണേണ്ട ഒരു സിനിമയാണ് എന്നെനിക്ക്. കാരണം ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ ഹൈ ആവുന്നുണ്ട്. ഒരു ഹൈ പിച്ച്, ഹൈ ആവും ലോ ആവും, ഹൈ ആവും ലോ, അങ്ങനെയാണ് സിനിമ പോയത്. അതുപോലത്തെ ഒരു വൈബ് പടം, പ്ലസ് ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചമൻ ചാക്കാണ്. എഡിറ്റിംഗ് സൂപ്പർ ആയിട്ട്. അതുപോലെ അഖിൽ ജോർജ് ആണ് DOP. പരിപാടി ഗോവിന്ദ് വസന്ത, അദ്ദേഹം ക്ലാസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഇതിൽ പടയുണ്ട്. സുഹേൽ കോയാണ് എഴുതിയിരിക്കുന്നത് ലിറിക്സ്. ഇങ്ങനെ ടെക്നീഷ്യൻസ് ഒക്കെ കിടു. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആളുകളൊന്നുമില്ല. ഉള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടം. അതാണ് ഞാൻ പറഞ്ഞത്, റോസിന്റെ അഴിഞ്ഞാട്ടം പ്ലസ് മഹിമ നമ്പ്യാരും. അതായത് പഴയ പ്രിയദർശൻ സിനിമകളൊക്കെ ഇല്ലേ, സ്ക്രിപ്റ്റ് ഒന്നുമല്ല, സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. പ്രിയദർശൻ സിനിമകളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യാൻ മാത്രമൊന്നുമില്ല ഇതിനകത്ത് സത്യത്തില് ഉണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറിക്കുക, തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക, പിടിച്ചിരുത്തുക, സീൻ ബൈ സീൻ ആഫ്റ്റർ സീൻ, അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി. ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ബ്രൊമാൻസ്. സിനിമ ആരംഭിക്കുന്നത് ഒരു റീൽസ് കാണിച്ചുകൊണ്ടാണ്. അതായത് വളരെ കണ്ടംപററി. ഇതിൽ ജെൻസി പരിപാടികളൊക്കെ ഉണ്ട്.
അത്തരത്തിലുള്ള ഡയലോഗ്സ് ഉണ്ട്, അത്തരത്തിലുള്ള യൂസേജസ് ഉണ്ട്, അവർക്ക് പെട്ടെന്ന് കണക്ട് ആവുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ആരംഭിച്ച് ബിനു പപ്പു ഇതിൽ കിടിലം പെർഫോമൻസ് ആണ്. വെറും ഫണി കോമഡി റോള് മാത്രമല്ല, കുറച്ച് ഈ സിനിമയ്ക്കകത്ത് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ഓൾറെഡി എന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ആ ഹ്യൂമിലിയേഷൻ സീൻ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. കാരണം അതുമായിട്ട് പിന്നെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് കാണിക്കുന്ന ഒരു സീനും അതിന് ആ സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഒന്ന്. പിന്നെ രണ്ട്, കല്യാണം കഴിച്ച ചേച്ചിമാരെ വളയ്ക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് നമ്മുടെ അമൽ ഡേവിസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രസക്തിയില്ലായിരുന്നു, ചുമ്മാ ചോദിക്കുകയാണ്. അങ്ങനത്തെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നു അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. സീരിയസ് നോട്ടിലൊക്കെ അദ്ദേഹം ചില പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഗംഭീര ആക്ടിങ്. പുള്ളിയുടെ റീൽസ് കാണിച്ചുകൊണ്ട് നമ്മുടെ മാത്യു തോമസ്, അതുപോലെ തന്നെ JK, ശ്യാമോഹൻ, ഇവരുടെ എൻട്രിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സ്ക്രീൻ പ്ലേയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്ന് കയറുന്നു, അവരെ പരിചയപ്പെടുത്തുന്നു, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊക്കെയോ പടം അങ്ങ് പോവുകയാണ്. അതാ പറയാം, റോളർ കോസ്റ്റർ റൈഡാണ്. ഇങ്ങനെ വന്ന് ശ്യാമോഹൻ, മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ. മാത്യു തോമസ് സത്യത്തിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു. അതെനിക്ക് എന്റെ റിവ്യൂ പറയാൻ പറ്റില്ല. ബട്ട് പുള്ളി ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് തോന്നി മാത്യു. പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിന്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞ പ്രിയദർശൻ പടങ്ങളിൽ പോലെ പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് ഒരിക്കലും മോഹൻലാലും മുകേഷും ചെയ്തു വെച്ച പരിപാടികളുമായിട്ട് ഈ സിനിമയിലുള്ള താരങ്ങൾ ചെയ്ത ആക്ടിങ്ങുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒട്ടും പറ്റില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അശ്വന്ത് കോക്കിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. എനിക്കങ്ങനെ അത് തോന്നിയിട്ടേ ഇല്ല. പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക, അങ്ങനത്തെ പരിപാടി അതിലെല്ലാം. അല്ല, ഏത് സിനിമയാണ് അതായത് അശ്വന്ത് കോക്ക് മറ്റേ മോഹൻലാലും മുകേഷും തകർത്ത് അഭിനയിച്ച ഏത് സിനിമയുമായിട്ടാണ് പുള്ളി താരതമ്യം ചെയ്തേക്കുന്നത് ഈ സിനിമ? വരും. ഞാൻ പറഞ്ഞില്ല, ആദ്യം ബിനു പപ്പു വന്നു, മാത്യു തോമസ് വന്നു, ശ്യാമോഹൻ വന്നു, അർജുൻ അശോകൻ വന്നു, മഹിമ നമ്പ്യാർ വന്നു, പിന്നെ അതാ വരുന്നു ഷാജോണിൻ്റെ ഒക്കെ പരിപാടി എന്താ ഇതിനകത്ത്? ഡോങ്ലി ഷാജോണിൻ്റെ ചില പഞ്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് വന്നിട്ട് ഒരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ പുറകെ പോകുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അതല്ല, ഇവർ ഓരോ സീൻസിനും കൊടുക്കുന്ന മൈലേജ് ഉണ്ട്. അതങ്ങനെ സീൻ ബൈ സീനായിട്ട് പടപടയും പറഞ്ഞു പോവുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിലൊരു കൂർഗിലേക്ക് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ഒരു സോങ് ഉണ്ട്, ഹെച്ചാതി വൈബ് സോങ് എന്ന് അറിയോ. അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ എന്നാ പരിപാടി ചമഞ്ചൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, അതുപോലത്തെ എഡിറ്റിംഗ്. ഏജൻസി സോങ് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കൊച്ചിയിൽ നിന്ന് കുറെ പരിപാടി, പിന്നെ കുറെ കോമ്പിനേഷൻ സീൻസ്. അമ്മയെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ പറയാൻ വിട്ടുപോയി. ഈ സിനിമയുടെ മുത്ത് മാണിക്യ കല്ല് ചക്കരക്കുട്ടൻ ആരാത്? നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്. എന്താ പുള്ളിയുടെ പരിപാടി. പുള്ളിയൊക്കെ ഒരു ഏകദേശം പുള്ളി അശ്വന്ത് കോക്ക് ഇതിന് പോസിറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൈങ്കിളി, ദാവീദ്, ബ്രൊമാൻസ്, ഈ സിനിമയൊക്കെ ഇറങ്ങിയതിൽ അതായത് ദാവീദ് മാത്രമേ എനിക്കൊരു തിയേറ്ററിൽ വാച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ദാവീദിന്റെ സെക്കൻഡ് പാർട്ട് അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ വാച്ച്. കാരണം ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് മാർക്ക് OTT വന്നിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സെയിം ദാവീദ് തിയേറ്ററിക്കൽ വാച്ച് ആണ് സെക്കൻഡ് ഹാഫ്. പലർക്കും പല അഭിപ്രായമാണ്. കാരണം നമുക്ക് കമന്റ് ഒന്ന് കണ്ടു നോക്കാം. കമന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ വന്നിരിക്കുന്ന നിഖിൽ വിയ ആണ്. 10 പൈസയ്ക്ക് കൊള്ളില്ല. മാത്യു വെറും വെറുപ്പിക്കൽ, ഒരു തട്ടിക്കൂട്ട് കഥ. മലങ്കൾട്ട് റിവ്യൂ പറയാതെ അഭിനന്ദിക്കാൻ പോയ കോക്ക് ആണ് വയ്യാതായത്. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. സത്യത്തിൽ മൂവി കണ്ടിട്ട് ഈ റിവ്യൂ കണ്ടാൽ മനസ്സിലാകും ഇത് പെയ്ഡ് റിവ്യൂ ആണ്. മേനോന്ന് പറഞ്ഞിട്ട് ആൾ എഴുതിയിരിക്കുന്നു, ബ്രോ ബിലോ ആവറേജ് പടം. ശരിക്കും ഈ ഫിലിം തന്നെയാണോ കണ്ടത്? നിഷ പറഞ്ഞിരിക്കുന്നത് നല്ല കിടിലം പടമാണ്, 100%. SK എന്ന് പറഞ്ഞൊരു വേറൊരു ID പറഞ്ഞിരിക്കുന്നത് അവന്റെ ഓഞ്ഞ പെയ്ഡ് റിവ്യൂ ഓർഡർ. ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞൊരു ID പറഞ്ഞിരിക്കുന്നത് നിനക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാറോസ് എന്തുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? പണം വാങ്ങി റിവ്യൂ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് മോഹൻലാലിന്റെ സിനിമയും കൊണ്ടുവന്നു.
ഗുഡ് വൈബ്സ് വീണ്ടും എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് പെയ്ഡ് റിവ്യൂ ആണ്. പണം കണ്ടു, നല്ല ഊമ്പിയ പണം. ഞാൻ നിതിൻ എന്നൊരു ഐഡി പറഞ്ഞിരിക്കുന്നത്, വ്യക്തിപരമായി ഇതൊരു ഗംഭീര സിനിമയാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണാൻ ടീസറുകളും ട്രെയിലറും മറ്റു അനുബന്ധ കാര്യങ്ങളും തുടർച്ചയായി പിന്തുടരുന്നതിലൂടെ സിനിമകൾ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഒരു പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട ടീസറുകൾ, ട്രെയിലറുകൾ, എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ സ്റ്റഫുകൾ എന്നിവ ഞാൻ കാണാറില്ല. അതിൽ ഇത്തരത്തിലുള്ള അവലോകനങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഉൾപ്പെടുന്നു. ഇക്കാരണത്താൽ എനിക്ക് എല്ലായ്പ്പോഴും സിനിമകളിൽ നിന്ന് ഒരു മികച്ച അനുഭവം ലഭിക്കുന്നു. കാരണം എനിക്കൊരു സിനിമയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല. മികച്ച രീതിയിൽ സിനിമകൾ ആസ്വദിക്കാൻ ആ രീതി ശ്രമിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. പിന്നെ സിൽജി പറയുന്നു, ഞാനൊരു കാര്യം പറയട്ടെ, പടം അരമണിക്കൂറിന് താഴെ മാത്രം എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ആ പയ്യന്റെ അഭിനയം കണ്ട് തലതിരിച്ചു. ഏത് പയ്യന്റെ? ആശിഷ് കെ എബ്രഹാം. എന്നാലും അണ്ണ നിങ്ങൾ. അരുൺ മോഹൻ എഴുതിയിരിക്കുന്നു, പറ്റിക്കാണാണേലും ഇങ്ങനെയൊന്നും പറയില്ലേ കോക്കണ്ണ. വിഷ്ണു വിജയൻ പറഞ്ഞു, പെയ്ഡ് റിവ്യൂ, ബിലോ ആവറേജ് മൂവിയാണ്. പിന്നെ ശരത്ത് പറഞ്ഞിരിക്കുന്ന, ഡാ കോപ്പേ, നിന്റെ അപരാധ റിവ്യൂ കേട്ട് പോയി കാശ് മൂഞ്ചി. ഇത്രയും വെറുപ്പീര് പടം. ആ അമൻ ഡേവിസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ആഘാതം കുറഞ്ഞു കിട്ടിയിരുന്നു. ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശൈലി ഉണ്ടാവും എപ്പോഴും. ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക്, എനിക്ക് മലയക്കോട്ടെ വാലിബൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ റോഷാൻ പലർക്കും വർക്കായില്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകരുത്. റിവ്യൂ എന്നുള്ളത് ഒരാളുടെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പം അശോക് കോക്കിന്റെ റിവ്യൂ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എന്റെ റിവ്യൂ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ സിനിമകൾ കാണും. എന്ന സിനിമ നല്ലൊരു സിനിമയാണ്. ഞാൻ കണ്ടതാണ്, എനിക്ക് റിവ്യൂ ഇടാൻ പറ്റിയില്ല. നല്ലൊരു സിനിമയാണ്, കുറച്ച് ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് നല്ലൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ്. അധികം ആൾക്കാർ അതിനെ, എനിക്ക് തോന്നുന്നു അധികം വ്യൂവേഴ്സ് കിട്ടിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ നിന്ന് പോയി ആ സിനിമ. ബട്ട് എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. അതുപോലെ നല്ല സിനിമകൾ കാണും തിയേറ്ററിൽ മാത്രം കാണേണ്ട ചില സിനിമകളുണ്ട്. അത് ഒരിക്കലും മിസ്സാക്കരുത്. ഞാൻ പറയുന്നു, ഒരാളുടെയും റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. അശ്വന്ത് കോക്ക് പെയ്ഡ് റിവ്യൂവർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.